ഇനി ചരിത്രത്തിലേക്ക് മൺമറഞ്ഞു പോകുന്ന ഒരാളെ പരിചയപ്പെടാം. ഒരു 25 പൈസ. 25 പൈസയ്ക്ക് ഇന്നും മാത്രമേ ഇന്നുകൊണ്ട് അതിന്റെ മൂല്യം അവസാനിക്കുകയാണ്. തീർച്ചയായും നേരത്തെ നമുക്കറിയാം 5 പൈസ, 10 പൈസ, 20 പൈസ ഒക്കെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് മറ്റു നാണയങ്ങളും ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. അതൊക്കെ മൺമറഞ്ഞു പോയി. ഇപ്പോൾ 25 പൈസയും ആ ഒരു ഗണത്തിലേക്ക്. ഇനിയും ഏറ്റവും ചെറിയ പൈസ 50 പൈസയായിരിക്കും. 50 പൈസയാണ് ഇനി മുതൽ ഏറ്റവും കുറഞ്ഞ മൂല്യമുള്ള നാണയം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് 25 പൈസ നാണയം പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കാലണയ്ക്ക് കൊള്ളാത്തവൻ എന്ന പ്രയോഗത്തിന് ഇനി മൂർച്ച കൂടുകയാണ്. ഒന്നിനും കൊള്ളാത്തവനായി 25 പൈസയും മാറുന്നു. കാലണയായി തുടങ്ങി, പിന്നീട് 25 പൈസയായി, ഒടുവിൽ ചരിത്രത്തിലേക്ക്. എങ്കിലും മായാതെ മറയാതെ മനസ്സിലും നാണയശേഖരങ്ങളിലും ഇനി 25 പൈസ കാണാം. 1, 2, 5, 10, 20 പൈസകൾക്കൊപ്പം. കാര്യം ഇതെല്ലാമാണെങ്കിലും 25 പൈസ നാണയം മറഞ്ഞതിൽ അഹങ്കരിക്കുന്ന ഒരാളുണ്ട്. പൈസ നാണയങ്ങളിൽ ഒറ്റയാനായി മാറിയ 50 പൈസ തന്നെ. മൂല്യമില്ലാതാകുമ്പോഴും കാലണ കൊണ്ട് കാര്യങ്ങൾ സാധിച്ച കാര്യം ഇന്നും ചിലരുടെ മനസ്സിലുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, ഒരു 10 പൈസയാണ് ബസ് ടിക്കറ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ കുട്ടനാട്ടുകാരനാണ്. ഇപ്പം ആലപ്പുഴയ്ക്ക് പറഞ്ഞാൽ ഞാൻ നെടുമുടി പള്ളാത്തുരുത്തി പാലങ്ങളൊന്നുമില്ല. ഓക്കെ, ഒരു പോയിന്റാണ് മങ്കമ്പ് ടു നെടുമുടി വരെ ഒരു പോയിന്റ്. നെടുമുടി ടു പള്ളാത്തുരുത്തി, ഞാൻ ആലപ്പി 10 പൈസയോടും 30 പൈസ കൊണ്ട് നിങ്ങൾക്ക് ആലപ്പുഴ എത്താം. കാലണയുടെ കാലം കഴിഞ്ഞതോടെ ബാങ്കുകളിലും തിരക്കായിരുന്നു. മൂല്യം പോകും മുമ്പേ നാണയങ്ങൾ മാറ്റിയെടുക്കാൻ. 25 പൈസ അക്സെപ്റ്റ് ചെയ്യണം. ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണ്. വന്നവരാരും ഞങ്ങൾ മടക്കി വിട്ടിട്ടില്ല, എല്ലാവരും മേടിച്ചു. പണപ്പെരുപ്പത്തിനൊപ്പം നാണയം നിർമ്മിക്കാനുള്ള ചെലവും കൂടിയതിനാലാണ് റിസർവ് ബാങ്ക് 25 പൈസ നാണയം പിൻവലിച്ചത്. മനോരമ ന്യൂസ്, കൊച്ചി.